നമുക്ക് ആ ബാലരമ ആദ്യ സമയത്ത് എനിക്കൊന്ന് മന്ത്ലി ആയിരുന്നു ബാലരമ വൺസ് വന്നുകൊണ്ടിരുന്നത്, പിന്നെ ദ്വൈവാരികയായത്, പിന്നെ അത് കഴിഞ്ഞ് വീക്ക്ലി ഇറങ്ങാൻ തുടങ്ങി. കാരണം അതിന്റെ മാർക്കറ്റ് അവർ മനസ്സിലാക്കി അങ്ങനെ ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ വീട്ടിൽ ഇത് വാങ്ങിക്കത്തില്ല. അപ്പം വെക്കേഷൻ പഠിത്തം ഞാൻ സ്കൂളാണ് എല്ലാം. അപ്പോൾ പഠിത്ത സമയത്തൊന്നും ഇല്ല ഇതൊന്നും. അപ്പോൾ നമ്മളിങ്ങനെ ഏപ്രിൽ വെക്കേഷൻ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കും. ഈ പറയുന്ന ജൂണിലെ ക്ലാസ് തുടങ്ങിയ തൊട്ട് മാർച്ച് വരെയുള്ള ബാലരമ വാങ്ങിക്കുന്ന വീടുകളുണ്ട് നമ്മുടെ തൊട്ടയൽവക്കത്ത്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ പഠിക്കുന്ന, ചേട്ടനൊക്കെ ഒരു വയസ്സ് മൂത്താണ്, ശ്രീമോൾ എന്ന ചേച്ചിയുണ്ട്, രാജി എന്ന ചേച്ചിയുണ്ട്, നമ്മുടെ അയൽക്കാരാണ്. അപ്പോൾ നമ്മുടെ ഈ ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് താഴെ അവർ താമസിക്കുന്നത്. പണ്ട് നമ്മുടെ വീട് ആ റോഡിൻ്റെ താഴ്ഭാഗത്തായിരുന്നു, അവിടെ നമ്മൾ മാറിയത്. അപ്പം നമുക്ക് വെക്കേഷൻ തുടങ്ങി കഴിയുമ്പം ഒരു ഞായറാഴ്ച നമ്മളെ അഴിച്ചുവിടും. നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് അവരുടെ വീട്ടിൽ പോകും. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ബാലരമ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ബാലരമ, പൂമ്പാറ്റ, അങ്ങനെയുള്ള സാധനങ്ങൾ, ബാലമംഗളം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ വായിച്ചിട്ട് അവർ കറക്റ്റ് സമയത്ത് വായിച്ചത് വെച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ പോയിട്ട് അത് മൊത്തം വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഒരുമിച്ച് നിന്ന് വായിക്കും. നമ്മൾ ആദ്യം മൊത്തം ചിത്രാത വായിക്കും, ഈ ഓർഡർ. കാരണം എളുപ്പം വായിക്കാനും ഭയങ്കര ഹൈ എന്റർടൈൻമെന്റ് വാല്യൂ അതിലുള്ളത്.